എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിൽ ഈഴക്കോട്, നമ്മുടെ തിരുമലയിൽ നിന്ന് പൊറ്റയിൽ ഈഴക്കോട് നമുക്കൊരു 3 BHK 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ് കേട്ടോ. ഈ വീട് നിൽക്കുന്ന 3,100 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,550 സ്ക്വയർ ഫീറ്റ് വരുന്നു. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ 2 കാർ പാർക്കിങ്ങുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിനൂടെ നമ്മുടെ കിണർ വന്നിട്ട് ബോർബില്ലാണ്. അതുപോലെ നമുക്കിവിടെ ലൈൻ കണക്ഷൻ, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും ഉണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 57 ലക്ഷം രൂപയുടെ. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട് വരുന്നത് വലിയൊരു വില്ലയ്ക്കകത്താണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള വീട്ടിലെല്ലാം ആൾ താമസം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീട് നിൽക്കുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയാണ് നമുക്ക് വീട് നിൽക്കുന്നത്. നമ്മുടെ ഈഴക്കോട് മെയിൻ ബസ് റൂട്ടിൽ നമുക്കൊരു 100 മീറ്റർ മാറിയാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ട് നമ്മുടെ നോർമൽ ഡിസൈനിൽ നമ്മുടെ വൈറ്റ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ നമുക്കിവിടെ 2 കാറുള്ള, നമ്മുടെ ഫ്രണ്ടിൽ 2 കാറുള്ള സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ കാർ പോർച്ചൊക്കെ വരുന്നത് നമ്മുടെ ടെയിലാണ് കേട്ടോ, നമ്മുടെ ഗ്രിപ്പുള്ള ടെയിലാണ്. അതുപോലെ നമുക്ക് കിണർ നമുക്ക് ബാക്കിലാണ് വരുന്നത്, നമുക്ക് ബോർബില്ലാണ് കിണർ വരുന്നത്. അതുപോലെ നമ്മുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ടൊക്കെ നമുക്ക് നല്ല സ്പേസാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ വുഡൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലാവാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ ദർശനം വന്നിട്ട് പടിഞ്ഞാറ് ദർശനമാണ്. നമുക്ക് ഫ്രണ്ടിൽ 2 ഗേറ്റ് വരുന്നുണ്ട്, നമുക്ക് സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മളൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് കാർ പോർച്ചും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് ഡോറൊക്കെ വന്നിട്ട് നല്ല ഡിസൈനിലാണ് ഡോറും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് പ്ലാവാണ്, അതിൽ ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ഹാളാണ്, നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്ക് ഡൈനിങ് സെക്ഷനും വരുന്നുണ്ട്. നമ്മളൊരു TV യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്ന ആർക്കും TV യൂണിറ്റ് വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട് നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമ്മൾ വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ, നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ കിച്ചണിലോട്ട് പോകുന്നിടത്തിന് നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും അതുപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു സെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹാളിനോട് ചേർന്ന് നമുക്ക് വാഷ് ബേസ് വരുന്നത്. വാഷ് ബേസ് ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമും വരുന്നത്. നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട് ഈ ബെഡ്റൂം വന്നിട്ട് നമുക്ക് 11x11 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മൾ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. അത്യാവശ്യം വലിയ വാഷ്റൂമാണ്. ഫിറ്റിംഗ്സിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഡൈനിങ് സെക്ഷനോട് ചേർന്നാണ് നമ്മളിവിടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. നമുക്ക് ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഓപ്പൺ കിച്ചണും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റോറേജ്, നമുക്ക് നല്ല സ്റ്റോറേജാണ് കേട്ടോ കബോർഡിൽ വരുന്നത്. കബോർഡൊക്കെ നമുക്ക് വലിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നനകല്ലും കാര്യങ്ങളും നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. ബാക്കിൽ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹാളിൽ നിന്നാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ സ്റ്റെയറിലെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്, നമ്മുടെ ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്റ്റെയറിൽ നിന്ന് നമുക്ക് മുകളിൽ പർഹോളയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ ഹാളാണ്, വലിയൊരു ഹാളാണ് വരുന്നത്. അതിവിശാലമായിട്ടുള്ളൊരു ഹാളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. നമ്മുടെ ഈ ബെഡ്റൂം സൈസ് വരുന്നത് 12x12 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് AC പോയിന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം ഹീറ്റർ പോയിന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഹീറ്റർ പോയിന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൻ്റെ ഫിറ്റിംഗ്സിന് വെച്ച് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെയും ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂം സൈസും വരുന്നത് 12x12 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു വാഷ്റൂം തന്നെയാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത് കേട്ടോ. നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. അതുപോലെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വീഡിയോ കൂടെ ഒന്ന് ഓട്ടിച്ചാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുമ്പോൾ നമ്മൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീട് ഒന്ന് കാണുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയുള്ള നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ വീട് നിൽക്കുന്നതിന് 3,100 നമുക്ക് സെൻറ്റ് വരുന്നത്, 1,550 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുമല കീഴക്കോട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു 100 മീറ്റർ മാറി നമുക്ക് ഒരു വലിയ വില്ലയ്ക്കത്താണ് നമുക്ക് വീട് വരുന്നത്. നമ്മുടെ വീടിൻ്റെ ദർശനം വന്നിട്ട് പടിഞ്ഞാറ്. നമ്മൾ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി നമുക്ക് 10 കിലോമീറ്റർ, ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 57 ലക്ഷം രൂപ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമായിട്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതൊരിക്കലും ബൈ.